സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഷാനവാസും അനുമോളും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് മോർണിംഗ് ടാസ്ക് ആയിട്ട് ബിഗ് ബോസ് കൊടുത്തത് നിങ്ങൾ ആരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് മാപ്പ് പറയാനും, നിങ്ങൾക്ക് എന്തെങ്കിലും സഹായവും നിങ്ങൾ സന്തോഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് നന്ദി പറയാനുമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആദ്യം അനുമോളെ പറഞ്ഞത് നന്ദി പറയുന്ന സമയത്ത് അനുമോളെയായിരുന്നു തിരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നത്. എൻ്റെ മനസ്സിലിപ്പോൾ ഒരു കാര്യമുണ്ട്, അത് പൊട്ടിക്കഴിഞ്ഞാൽ ഞാൻ എവിടെയെങ്കിലും കിടന്നു പോകും. അനുമോളെ അത്രയ്ക്കും ദേഷ്യമുണ്ട് എനിക്കത് സംസാരിക്കാൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ അനുമോളാണ് ഞാൻ ഈ ബിഗ് ബോസ് വീട്ടിൽ വന്നിട്ട് എനിക്കിഷ്ടമല്ലാത്ത ഒരാളുടെ കാര്യം ഇങ്ങനെ കേട്ടോണ്ടിരിക്കാൻ അവളാണ് എന്നെ പഠിപ്പിച്ചത്. അനുമോളെക്കുറിച്ച് അങ്ങനെ കുറേ മോശപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ആ സമയത്ത് ഷാനവാസ് പറയുന്നുണ്ട്, ഇന്നലെ രാത്രി നിങ്ങൾ തമ്മിൽ 3 പേരും തമ്മിൽ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് അത്രയും നിങ്ങളെ ഞാൻ ഫ്രണ്ട്സാക്കി വിട്ടിട്ട് അതൊക്കെ വെറും വേസ്റ്റായി പോയില്ലേ. എനിക്ക് തന്നെ എന്നോട് കുറ്റബോധം തോന്നുന്നു ഷാനവാസ് പറയുന്നുണ്ട്. എനിക്ക് തന്നെ എന്നോട് സഹതാപവും അതേപോലെ തന്നെ എനിക്ക് എൻ്റെ മനസ്സാകെ ബ്ലാങ്ക് ആയിപ്പോയി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോളോട് പറയുന്നുണ്ട്, നീ ടെൻഷനൊന്നും അടിക്കണ്ട, ഇതൊക്കെ ഒരു പാർട്ട് ഓഫ് ഗെയിമായിട്ട് മാത്രം കണ്ടാൽ മതി, ഒന്നും മനസ്സിലേക്ക് എടുക്കണ്ട എന്ന് പറയുന്നുണ്ട്. ഞാനിതൊന്നും ഒട്ടും പ്രതീക്ഷിച്ചില്ല അനുമോളെന്ന് ഷാനവാസ് പറയുന്നത്. വളരെ മോശം, ആതിരയുടെ ഭാഗത്തു നിന്ന് ഇന്നുണ്ടായ ഈ ഒരു സംഭവം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായി. അനുമോൾ പറയുന്നുണ്ട്, വിട്ടേര്, അതൊന്നും വേണ്ട, കുഴപ്പമില്ല എന്ന് പറയുന്നുണ്ട്. അതെന്താണെങ്കിലും വളരെ മോശമായിപ്പോയി അനുമോളെന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ വിചാരിച്ചത് ഇങ്ങനെ നിങ്ങളുമായിട്ട് ഒരു പ്രശ്നം തുടർന്നുകൊണ്ട് പോകണ്ട, ഗ്രാൻഡ് ഫിനാലെ കഴിഞ്ഞ് നിങ്ങൾ ഫ്രണ്ട്ഷിപ്പ് കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് തീരുമാനിക്കട്ടെ എന്നാണ് കരുതിയത് ഞാൻ. പിന്നെ അവൾ ഇന്ന് ഈ ഒരു മോർണിംഗ് ടാസ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം ചെയ്യേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നു. സത്യം പറയാലോ, എനിക്ക് നാണക്കേട് തോന്നുന്നുണ്ട് അനുമോളെ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നത് കുഴപ്പമൊന്നും ഇല്ലിക്ക എന്ന് പറയുന്നുണ്ട്. ഇത്ര ദിവസം ഞാൻ അവളെ സപ്പോർട്ട് ചെയ്തല്ലോ എന്ന് ഓർക്കുമ്പോൾ എനിക്കിപ്പോൾ എന്നോട് തന്നെ നാണക്കേട് തോന്നുന്നു, എനിക്ക് തന്നെ എന്നോട് സഹതാപം തോന്നുന്നു, എനിക്ക് ഭയങ്കര ഫീലായിപ്പോയി. നിങ്ങൾ 3 പേരെ ഇരുത്തിയിട്ട് ഞാൻ ഇത്രയും ക്ലിയറായിട്ട് സംസാരിച്ച് തന്നിട്ട് ആ പെണ്ണ് ഇങ്ങനെ ചെയ്തല്ലോ ആദില, അതെന്താണെങ്കിലും ഭയങ്കര വിഷമവും തരുന്നുണ്ട്, അതേപോലെ തന്നെ വളരെ മോശമായിപ്പോയി എന്ന് തന്നെയാണ് ഷാനവാസ് പറയുന്നത്. അനുമോളോട് അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് ലാസ്റ്റായിട്ട് നിന്നോട് ഒറ്റ കാര്യം പറയാനുള്ളൂ, നീ കളിക്ക്, ഇതൊന്നും നീ കാര്യമാക്കേണ്ട, നീ സ്ട്രോങ് ആയിട്ട് നിന്ന് കളിക്ക്, ഇൻഡിവിജ്വൽ ഗെയിംസ് ഇനി എന്താണെന്ന് അവർക്ക് നമ്മൾ കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് നല്ല നാണക്കേട് തോന്നുന്നുണ്ട്, ഞാൻ തോറ്റുപോയി എന്താണെങ്കിലും ഈ ഒരു കാര്യത്തിൽ നിന്ന് ഷാനവാസ് പറയുന്നുണ്ട്.